ഹലോ ഗൈസ്, അപ്പൊ ഗൈസ് നമ്മൾ പിന്നെ കല്യാണത്തിന് പോകണേ. വലൈക്കും സ്ലാം. അങ്ങനെ രാവിലെ തന്നെ മാറ്റി ഇറങ്ങിയിട്ട് പെരക്കാർക്കൊക്കെ സലാം കൊടുത്തിട്ടാണ് എവിടേക്ക് രാവിലെ തന്നെ പോണെന്ന് വെച്ചാല് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോകുകയാണ്. ഗ്രോമിന്റെയും ബ്രൈഡിന്റെയും ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെ രാവിലെ തന്നെ എല്ലാം ചായ കൂടി കുടിച്ചാൽ മറന്നാണ്ട് വണ്ടി കയറി. ചായ അടിച്ചാൽ മറന്നാലും മേക്കപ്പ് ഇടാൻ മറന്നിട്ടില്ല. എന്റെ കല്യാണത്തിനെ പറ്റില്ല അഭിപ്രായം. എനിക്കൊന്നും പറയാല്ല. അതെ ഓന്റെ കല്യാണം ആയതുകൊണ്ട് ഒന്നും പറയാം. അവൻ ഏതായാലും രാവിലെ പല്ലേക്കാൻ മറന്നു തോന്നുന്നു. രാവിലെ തന്നെ സെന്റർ ഫ്രഷ് ആണ് തൊള്ളേക്കുന്നത്. അങ്ങനെ നമ്മൾ വരാൻ വിചാരിച്ച സ്പോട്ടെത്തി. ഇവിടെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. ബ്രൈഡിനോട് ഓളപ്പുള്ള ആൾക്കാരോട് ഞങ്ങൾ വരുമ്പോഴേക്കും ഫോട്ടോ എടുത്ത് അവിടെ തന്നെ ഞങ്ങൾ മുഞ്ചി ഓളെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ടില്ലേ, തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ പോസ്റ്റ് ആക്കി ഗൈസ്, ഞാൻ പെട്ട് ഗൈസ്. അതെടുക്കല് കുറച്ചേരം ചെറുതായിട്ടൊന്ന് പോസ്റ്റ് ആയി, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മള് ബ്രൈഡിന്റെയും ഗ്രോമിന്റെയും ചെറിയൊരു ഫോട്ടോഷൂട്ട് ആയിരുന്നു. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമ്മക്കിന്ന് പോണ്ടേ? അവനാണ് ഗോളിംഗ് ഗ്ലാസ് മാറ്റിപ്പോയി കണ്ണാടി ഇട്ടുകാണ്ടാണ് രസം എന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ണാടി വെച്ചിട്ട് പിന്നെ ഊരിട്ട്. എന്താണ് നമ്മൾ 100% പ്രൊഫഷണൽ ക്യാമറ കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു കടയിൽ പോയാണ് സമൂസ. അങ്ങനെ വിശപ്പിനൊന്ന് ശാന്തമാക്കി നമ്മൾ വീണ്ടും ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിട്ട് വേറൊരു സ്ഥലത്ത് അവിടുന്ന് പിന്നെ കുറെ ഫോട്ടോ എടുത്തു. അതിന്റെ ഇടയിൽ മഴ ചെറുതായിട്ടൊന്നും അപ്പൊ വേഗം അവിടുന്ന് പോകുന്നു. ഇനി നേരെ ഓഡിറ്റോറിയത്തിൽ കയറിയാണ് നേരെ നമ്മൾ ഫുഡ് പിന്നെ വയറിനെ നമ്മൾ റാഹത്താക്കിയാണ് പിന്നെ വന്നോലേക്ക് ഒന്ന് കാണാം. ഇതാണ് നമ്മൾ പുതിയാപ്പിളന്റെ നേരെ പേര് റബി. ഒരു കുട്ടിന്റെ തള്ളയെന്ന് കണ്ടാൽ ആരെങ്കിലും അങ്ങനെയാണ് ഈ ഒക്കെ തിരിക്കണാണ് ഓളെ കുട്ടി. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുതിയാപ്പിളന്റെ എൻട്രി പിന്നെ ഓൾക്ക് വേണ്ടിട്ട് നമ്മളെ ചെറിയൊരു മംഗലാശംസകൾ കൊടുത്തു. എന്നറിയപ്പെടുന്ന പ്രദീപിന്റെയും ഐശ്വര്യയും കല്യാണമാണ്. അപ്പോൾ എന്റെ ഹൃദയം നിറഞ്ഞ കല്യാണ മംഗല ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതത്തിന്റെ വിജയം എന്ന അതിസുന്ദരമായ സ്വർഗം ഇതൊക്കെ കേട്ടാണ്ട് ഓനക്ക് വന്നാണ്ട് ഓഫാക്കാൻ വെച്ചാൽ എന്നാ അത് കേട്ടിരിക്കാൻ വെച്ചാൽ ഏതായാലും ഓൻ കടിച്ചു പിടിച്ച് അവിടെ ഇരുന്നു. പിന്നെ നമ്മളെല്ലാരും കൂടി സ്റ്റേജിൽ കയറേണ്ട ഒരു ഫോട്ടോ, ഒരു വലിയ ഫാമിലി ഫോട്ടോ. അപ്പൊ ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.